പാപം എന്നാൽ എന്ത്? ദൈവകൽപ്പനയ്ക്ക് വിരുദ്ധമായ ചിന്ത, ആഗ്രഹം, വാക്ക്, പ്രവൃത്തി ഇവയെല്ലാം പാപം ആകുന്നു. 1 യോഹന്നാൻ 3:4. പാപം ചെയ്യുന്നവൻ എല്ലാം അധർമ്മവും ചെയ്യുന്നു. പാപം അധർമ്മം തന്നെ. പാപത്തിനുള്ള ഇതര പദങ്ങൾ: അനുസരണക്കേട്, കടം, അകൃത്യം, ദുഷ്ടത, കുറ്റം, ലംഘനം, അനീതി, അതിക്രമം, അന്യായം. പാപം ലോകത്തിൽ കടന്നത് എങ്ങനെ? പിശാചിന്റെ പരീക്ഷയ്ക്ക് സ്വമനസ്സോടെ കീഴ്പ്പെട്ട് ആദ്യ മനുഷ്യർ ദൈവകൽപ്പന ലംഘിച്ചതുവഴി പിശാച് പാപത്തെ ലോകത്തിലേക്ക് കൊണ്ടുവന്നു. പാപം ചെയ്തവൻ എല്ലാം പിശാചിന്റെ മകൻ ആകുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. റോമർ 5:12. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. പാപങ്ങൾ എത്ര വിധം? 2 തരം പാപങ്ങൾ ഉണ്ട്: ജന്മപാപവും കർമ്മപാപവും. ജന്മപാപം എന്താകുന്നു? ആദാമിൽ നിന്ന് നമ്മുടെ മാതാപിതാക്കൾ വഴി മനുഷ്യ പ്രകൃതിയിലും ലഭിച്ച വഷളത്വം ആണ് ജന്മപാപം. സങ്കീർത്തനം 51:5. ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവ് ആകുന്നു. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. എല്ലാവരും പാപം ചെയ്തു ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. അവൻ്റെ കൃപയാൽ ക്രിസ്തു യേശുവിങ്കലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. കർത്താവായ യേശുവിൽ വിശ്വസിക്കാം, എന്നാൽ നീ രക്ഷ പ്രാപിക്കും.